ഷഹനാസിനെതിരെ നടപടി. സംസ്കാര സാഹിതിയുടെ കോഴിക്കോട് ജില്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഷഹനാസിനെ പുറത്താക്കിയത്. DCC അധ്യക്ഷൻ കെ പ്രവീൺകുമാറിന്റെ വ്യക്തിവിരോധമാണ് നടപടി കാരണമെന്ന് ഷഹനാസ് വിമർശിച്ചു. KPCC സാംസ്കാരിക സാഹിതി ജനറൽ സെക്രട്ടറിയാണ് ഷഹനാസ്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, കോൺഗ്രസ് കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ചിരുന്നു. കാരണം പരാതി എവിടെ കാര്യമായി എന്ന ചോദ്യത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ രാഹുലിനെതിരെ പരാതി വരികയാണ്. ഷാഫി പറമ്പിലിനെ പോലും അറിയിച്ചിരുന്നു ഈ വിഷയം. പക്ഷേ ഷാഫിയുടെ മറുപടി ഒരു സ്മൈലി മാത്രമായിരുന്നു. ഈ ഷഹനാസിനെയാണ് ഇതാ ഇപ്പോൾ പാർട്ടി പുറത്താക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലുള്ള ഒരു വനിതാ നേതാവിനെ ജില്ലാ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും. എന്താണ് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം? രഞ്ജിത്ത്, ഇക്കാര്യത്തിൽ തന്റെ നിർദ്ദേശപ്രകാരം അല്ല ഇത്തരം ഒരു പുറത്താക്കൽ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു നടപടിക്ക് പാർട്ടി നിർദ്ദേശിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ എന്തെങ്കിലും ഔദ്യോഗിക ഭാരവാഹിത്വം അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥാനം അവർക്കില്ല എന്നാണ് പ്രവീൺകുമാർ പറയുന്നത്. എന്തായാലും ഷഹനാസ് പറയുന്നത് സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് താൻ. നിലവിൽ ആ സംസ്കാര സാഹിതിയുടെ ഭാരവാഹികൾ ഉൾപ്പെടുന്ന ജില്ലാ തല ഗ്രൂപ്പിൽ നിന്നും തന്നെ പുറത്താക്കിയിരിക്കുന്നു എന്നാണ് അവർ നൽകുന്ന വിശദീകരണം. നമ്മൾ CR മഹേഷാണ് സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ചെയർമാൻ. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുമില്ല. എന്തായാലും വലിയ ഒരു പ്രത്യാഘാതങ്ങൾ തന്നെയാണ് ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട നിരവധി വെളിപ്പെടുത്തലുകളും ഒപ്പം പരാതിയും ഒക്കെ രംഗത്ത് വന്നെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും മാത്രമാണ് ഷാഫി പറമ്പിലാണ് ഈ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങൾക്കും ഒത്താശ ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഗോഡ് ഫാദറായി മെന്ററായി പ്രവർത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിലും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഷാഫി അടക്കം വളരെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു ശബ്ദം ഉയർന്നത് ഇത് ആദ്യമായാണ്. കാരണം ഈ ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കും പിന്നീട് അദ്ദേഹം രാജിവെച്ച പാലക്കാട് നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിലേക്കുമൊക്കെ നിർദ്ദേശിച്ചത്. അതായത് ഷാഫിയുടെ ഒരു പിന്തുടർച്ചാവകാശക്കാരനായി എല്ലാ തരത്തിലും ഷാഫി ഈ രാഹുൽ മാങ്കൂട്ടത്തെ അവരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. രാഹുൽ മാങ്കൂട്ടത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ അവഗണിച്ച് പോലും നിയമിക്കാൻ ശ്രമം നടന്നപ്പോൾ താൻ ഇക്കാര്യം ഷാഫി പറമ്പിലിനോട് ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷെ അന്ന് വെറും പുച്ഛമായിരുന്നു ഷാഫി പറമ്പിലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒപ്പം ഷാഫി അധ്യക്ഷനായ യൂത്ത് കോൺഗ്രസിന്റെ കീഴിലുള്ള കൾച്ചറൽ വിംഗ് സാംസ്കാരിക വിഭാഗത്തിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു താൻ അന്ന്. എന്നാൽ അന്ന് സ്ത്രീകൾക്ക് യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്നും ഷഹനാസ് കുറ്റപ്പെടുത്തിയിരുന്നു. നിരവധി സ്ത്രീകളാണ് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ പരാതിയുമായി രംഗത്തെത്തിയത്. താനടക്കം പലതരത്തിലുള്ള പരാതികൾ പാർട്ടിക്ക് നൽകിയെങ്കിലും ഷാഫിയുടെ കാലത്ത് അതിനൊന്നും ഒരു പരിഹാരമുണ്ടായില്ല എന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. നിയമസഭയിലെയും മറ്റുമൊക്കെ പുറത്തുമുള്ള ഷാഫിയുടെ പ്രസംഗങ്ങൾ കേട്ട് രോമാഞ്ചം കൊള്ളുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ് താൻ. എന്നാൽ ഷാഫി എന്തിന് ഇത്തരം ഒരു പെൺവേട്ടക്കാരനെ പിന്തുണച്ചു എന്നതിന് കൃത്യമായ മറുപടി പറയണം. ഈ കാര്യങ്ങൾക്ക് മറുപടി നൽകിയില്ലെങ്കിൽ കൃത്യമായ തെളിവുകളുമായി താൻ രംഗത്തെത്തുമെന്ന് അവർ പറയുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 അടക്കം പ്രതികരിച്ചപ്പോൾ എന്തു തരത്തിലുമുള്ള നടപടികൾ ഏത് ഭാഗത്തു നിന്നും ഉണ്ടാവും എന്ന് തന്നെ താൻ ഭയക്കുന്നില്ല എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയാണ്. സ്ഥാനാർത്ഥികൾക്കടക്കം വേണ്ടി പ്രചാരണ രംഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ആൾ കൂടിയാണ്. പക്ഷേ ചില കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കാരണം ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉയർന്നപ്പോൾ എവിടെ പരാതി എന്ന ചോദ്യമാണ് ഉയർന്നത്. എന്നാൽ ആ പരാതിയുമായി രംഗത്ത് മുന്നോട്ട് വരുമ്പോഴും ഈ ഷാഫി പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒന്ന്. ഇവിടെ കെ പ്രവീൺകുമാറിനെതിരെയാണല്ലോ ഷഹനാസിന്റെ ആരോപണം, അനീഷ്. പക്ഷേ പ്രവീൺകുമാർ പറഞ്ഞ ജില്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അഡ്മിൻ ആരാണ്, ഇതെങ്ങനെ പുറത്താക്കപ്പെട്ടു, ഈ രണ്ടും കൽപ്പിച്ച് പാർട്ടിക്കെതിരെ ഈ വിഷയത്തിലൊരു പോരാട്ടത്തിന് തന്നെയാണോ ഷഹനാസ്? എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത്തരമൊരു പോരാട്ടത്തിലേക്ക് തന്നെ ഷഹനാസ് ഇറങ്ങുന്നു എന്നാണ് നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കുറച്ച് നാളുകളായി അന്തരീക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി നിൽക്കുന്നു. പക്ഷേ അപ്പോഴും ഒരു വേണോ വേണ്ടയോ അല്ലെങ്കിൽ പൂർണ്ണമായി തള്ളുകയോ കൊള്ളുകയോ ചെയ്യാത്ത ഒരു നിലപാട് ഷാഫി പറമ്പിൽ സ്വീകരിക്കുന്നുണ്ട്. ഷാഫി പുറത്തൊരു ഇമേജ് കാട്ടുകയും അകത്ത് മറ്റൊരു ഇമേജ് കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് ഷഹനാസിന്റെ കുറ്റപ്പെടുത്തൽ. കാരണം ഒരു സംഘടനയിൽ യൂത്ത് കോൺഗ്രസ് പോലൊരു യുവജന സംഘടനയിൽ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നത്, അല്ലെങ്കിൽ എല്ലാവരാലും വാഴ്ത്തപ്പെടുന്ന ഷാഫി പറമ്പിൽ അധ്യക്ഷനായിരുന്ന സമയത്ത് ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം യൂത്ത് കോൺഗ്രസിലെ
വനിതാ നേതാക്കൾക്കില്ലായിരുന്നു എന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഒപ്പം യൂത്ത് കോൺഗ്രസിനുള്ളിലെ തന്നെ വനിതാ നേതാക്കളെ സംബന്ധിച്ച ഷാഫി പറമ്പിലിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ നൽകിയെങ്കിലും അക്കാര്യങ്ങൾ അവഗണിക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ അത്തരമൊരു പരാതിയെ വകവെച്ച് മുന്നോട്ട് പോകാത്ത ഒരു നിലപാട് ഞെട്ടിച്ചു എന്ന് തന്നെയാണ് ഇവർ ഷഹനാസ് പറയുന്നത്. അതിനുശേഷം ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് അഖിലിനെ പോലുള്ള ആളുകൾ ഉമ്മൻചാണ്ടിയുടെ നോമിനികളായി മുന്നോട്ട് വരുമ്പോഴും അവരെയൊക്കെ വിട്ടുനിർത്തിയാണ് ഈ വ്യാജ മെമ്പർഷിപ്പ് അടക്കമുള്ള ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കവേ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത്. ഇക്കാര്യങ്ങളെയൊക്കെ പാർട്ടിക്കുള്ളിൽ എതിർത്തിരുന്നു. ഒപ്പം ഈ വ്യാജ മെമ്പർഷിപ്പ് ആരോപണം പോലും പാർട്ടിക്കുള്ളിലെ സൃഷ്ടിയാണ് എന്നാണ് ഇന്നലെ ഷഹനാസ് പറയുകയും ചെയ്തത്. അതുകൊണ്ട് ഇത്തരം അധികം ആളുകളെ അവഗണിച്ച് എന്തിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനായി ഷാഫി പറമ്പിൽ എപ്പോഴും വാദിച്ചിരുന്നു. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ചതെന്ന് പറയുന്നു. വടകരയിൽ നിന്നും പാലക്കാട്ട് നിന്നും വടകരയിലേക്ക് അദ്ദേഹം MP ആയി മത്സരിക്കാനെത്തുമ്പോൾ പാർട്ടിക്ക് മുന്നിൽ വെച്ച നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കണം എന്നത് തന്നെയായിരുന്നു. എന്തിന് ഇത്തരത്തിലൊരു പിടിവാശി നടത്തിയ ഒരു വ്യക്തിക്ക് വേണ്ടി എന്ന ചോദ്യമാണ് ഷഹനാസ് ഉന്നയിച്ചിരുന്നത്. ഒപ്പം കൃത്യമായ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നും പറയുന്നു. ഏതായാലും ഇതുവരെ ഈ സംശയമുന മുഴുവൻ, അല്ലെങ്കിൽ ഈ ആരോപണങ്ങളുടെ ചരങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ മെന്ററായ ഷാഫി പറമ്പിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന ശക്തമായ ആവശ്യമാണ് ഷഹനാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും പുറത്തു നിന്നുള്ള ശബ്ദമല്ല, കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയുള്ള ശബ്ദമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ചില അപൂർവം വനിതാ യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ ഒഴിച്ചാൽ മറ്റു കാര്യമായ അപശബ്ദങ്ങൾ ആ സംഘടനയിൽ നിന്നും വന്നിട്ടില്ല. മുതിർന്ന നേതാക്കളാണ് പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി രംഗത്തെത്തിയത്. രാജ്മോഹൻ ഉണ്ണിത്താനായാലും VM സുധീരനായാലും സതീശനായാലും ഒക്കെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ തള്ളി പറഞ്ഞ് രംഗത്തെത്തുമ്പോഴും ജൂനിയർ നേതാക്കൾ അല്ലെങ്കിൽ രണ്ടാം നിരയിലേക്ക് നേതാക്കൾ പൂർണ്ണമായും രാഹുലിനെ തള്ളിപ്പറയാത്ത ഒരു സാഹചര്യം. ഒപ്പം ഈ സൈബർ ഇടങ്ങളിൽ വലിയ ആക്രമണം ഈ മുതിർന്ന നേതാക്കൾക്ക് VD സതീശിനെയൊക്കെ പോലും രൂക്ഷമായി അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഇടാൻ തക്കവണ്ണം ഈ സൈബർ വെട്ടിക്കളി കൂട്ടങ്ങൾ വളരുന്ന ഒരു സാഹചര്യം. എന്തായാലും ഷഹനാസും പറയുന്നു തനിക്കെതിരെയും ആരോപണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ വലിയ സൈബർ അറ്റാക്കാണ് തനിക്കെതിരെ നടക്കുന്നത്. താൻ ഒരു സത്യം മാത്രം വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ പാർട്ടിയെ നവീകരിക്കുക, പാർട്ടിയിലെ പുഴുക്കുത്തുകളെ പുറത്താക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി താൻ ഇക്കാര്യങ്ങൾ പറയുമ്പോൾ തനിക്കെതിരെയും ഒരു വിഭാഗം തിരിഞ്ഞിരുന്നു. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ ആക്രമിച്ച് ഏത് വെട്ടുക്കളി കൂട്ടമാണോ അതേ കൂട്ടം തന്നെ തന്നെയും ആക്രമിക്കാൻ വരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും താൻ പിന്തിരിയുകയില്ല, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ശക്തമായി മുന്നോട്ട് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകും. അതാണ് സാഹചര്യം. ഏതായാലും ഷഹനാസ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. MS അനീഷ് കുമാറുമായി ഷഹനാസ് സംസാരിച്ചിരുന്നു. ആ വാക്കുകളിലേക്ക് ഒന്ന് പോകാം വളരെ പെട്ടെന്ന്. അതിഗുരുതരമായ ആരോപണമാണ് ഷാഫി പറമ്പിലിനെതിരെ അടക്കം ഷഹനാസ് ഉന്നയിച്ചത്. ആ ഷഹനാസിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന്റെ സാംസ്കാരിക വിഭാഗത്തിന്റെ മുൻ അധ്യക്ഷ, എഴുത്തുകാരി, ഒപ്പം പ്രസാധക MA ഷഹനാസാണ് നമ്മോടൊപ്പം ഉള്ളത്. താങ്കൾ ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരിക്കുന്നു, അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിലൊരു കുറിപ്പ് ഈ സമയത്തിടാനുള്ള ഒരു സാഹചര്യം? 2-3 വിഷയങ്ങളാണ് അതിൽ ഞാൻ പ്രതികരിക്കാൻ എനിക്ക് തീരുമാനമുണ്ടായത്. ഒന്ന്, പരാതി പറഞ്ഞു വരുന്ന ഇരകളായിട്ടുള്ള സ്ത്രീകളെ അങ്ങേയറ്റം അപമാനിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത, മുന്നോട്ട് പരാതിയുമായിട്ട് വരാനുള്ള സ്ത്രീകളുടെ ഒരു ആത്മധൈര്യത്തെ കെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നി. 2, 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇന്നലെ പരാതി നൽകിയിട്ടുള്ളത്. ബലാത്സംഗം ചെയ്തുവെന്നും എനിക്ക് നിന്നിലൊരു കുഞ്ഞുണ്ടാവണമെന്നും നിരന്തരം എല്ലാ സ്ത്രീകളോടും അദ്ദേഹം പറഞ്ഞുകൊണ്ട് ബലാത്സംഗത്തിന് ഇരയാക്കുന്ന ഒരു രീതി, അത് 23 വയസ്സെന്നൊക്കെ പറയുമ്പം ചെറിയ പ്രായമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ പ്രസിഡന്റ് ആയിരിക്കുന്ന അദ്ദേഹം യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള സ്ത്രീകൾക്ക് ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാവും, എത്രത്തോളം പെൺകുട്ടികൾ ഇതിനെ മിണ്ടാതിരിക്കുന്നുണ്ടാവും എന്ന് ആലോചിച്ചത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല, ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ശ്രീ ഷാഫി പറമ്പിൽ MP സംസാരിക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് എന്താ പറയുക, ഒരു രീതിയിൽ ഒരു മറുപടി നൽകാതെ ഒരു പുച്ഛം കൊടുക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി എനിക്കുണ്ടെന്ന് തോന്നി. കാരണം ഞാൻ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് എന്നല്ല, എൻ്റെ അനുഭവം, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളായിട്ടുള്ള മറ്റ് സ്ത്രീകളുടെ അനുഭവം, മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹികളായിട്ടുള്ള മറ്റ് സ്ത്രീകളുടെ അനുഭവം ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായിട്ട് ഇദ്ദേഹത്തെ നിങ്ങൾ വെക്കരുത്. കാരണം അതിന് യോഗ്യരായ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ യൂത്ത് കോൺഗ്രസിലുണ്ട്.